students, this is ASR from Eagle Learning. So, നമുക്ക് zoology practical examine 5 experiments ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. അതിൽ 3 experiments മൈനർ എക്സ്പീരിമെന്റ്സ് ആണ്, 2 മേജർ എക്സ്പീരിമെന്റ്സ് ആണ്. അപ്പൊ മൈനർ എക്സ്പീരിമെന്റിൽ വരുന്നത് ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് ആൻഡ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ മൈനർ എക്സ്പീരിമെന്റ്സിന് 2 മാർക്കാണ് വരുന്നത്. 3 എക്സ്പീരിമെന്റ്സും നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പൊ വരുന്ന ഇൻവിജിലേറ്റർ എന്താണോ തീരുമാനിക്കുന്നത്, ഇപ്പൊ സ്റ്റാർച്ചിന്റെ ആവാം, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ആവാം, അല്ലെങ്കിൽ പ്രോട്ടീന്റെ ആവാം, ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. പക്ഷേ അതേതാണ് എന്നുള്ളത് ഇൻവിജിലേറ്റർ ആണ് തീരുമാനിക്കുന്നത്. സോ ഈ 3 എണ്ണവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം, പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് ആണ്. ഇതിനാവശ്യമുള്ളത് ടീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 2 സാമ്പിൾ സൊല്യൂഷൻസ്, സാമ്പിൾ എ ആൻഡ് സാമ്പിൾ ബി, 2 സാമ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാവും. ആൻഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അയഡിൻ സൊല്യൂഷൻ ആണ്. സോ നമുക്ക് എന്ത് വേണം? അയഡിൻ സൊല്യൂഷനും വേണം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം സാമ്പിൾ എ, ഈ സാമ്പിൾ എയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം സൊല്യൂഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുക. അതായത് ഒരു 2 ml സൊല്യൂഷൻ മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ സൊല്യൂഷൻ എടുക്കാൻ പാടുള്ളൂ, കുറെ ക്വാണ്ടിറ്റിയിൽ എടുക്കരുത്. ഓക്കെ, കുറച്ച് സാമ്പിൾ സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 to 3 ഡ്രോപ്സ് ഓഫ് അയഡിൻ ഡ്രോപ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 2 to 3 ഡ്രോപ്സ് ഓഫ് അയഡിൻ സൊല്യൂഷൻ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. യെസ്, 2 to 3 ഡ്രോപ്സ് ഓഫ് അയഡിൻ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്തു. നന്നായിട്ട് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. യെസ്, ഇപ്പൊ നമുക്കൊരു ബ്ലാക്ക് എന്ന് തോന്നും, പക്ഷെ ഇതൊരു ബ്ലാക്ക് ബ്ലൂ കളറിലുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഒരു ബ്ലാക്ക് ബ്ലൂ കളറിലാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ ഈ സാമ്പിൾ സൊല്യൂഷനിൽ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് നമുക്ക് സാമ്പിൾ എയിലാണ് സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്തായാലും സാമ്പിൾ ബി സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ഇതും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ സാമ്പിൾ എ എവിടെ വെക്കുക, എന്നിട്ട് അടുത്തൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് സാമ്പിൾ ബി സൊല്യൂഷന്റെ ഒരു 2 ml മാത്രം നിങ്ങൾ ആഡ് ചെയ്യാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ സാമ്പിൾ ബി സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് വീണ്ടും ഒരു 2 to 3 ഡ്രോപ്സ് ഓഫ് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം അതൊരു പെയിൽ യെല്ലോ കളറിലാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ ഒരു ബ്ലാക്ക് ബ്ലൂ കളർ കിട്ടാത്തത് കൊണ്ട് തന്നെ സാമ്പിൾ ബി സൊല്യൂഷനിൽ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഇല്ല. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് സാമ്പിൾ എ ആണ്. സാമ്പിൾ എയിലാണ് സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉള്ളത്. സോ ഈ ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ 1 മാർക്കാണ്. ഇതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് പ്രൊസീജിയർ നോട്ട് ഡൗൺ ചെയ്യണം. അതിനോടൊപ്പം തന്നെ റിസൾട്ട് അത് എഴുതാൻ മറക്കരുത്. റിസൾട്ട് എഴുതുക, ഇത് നിങ്ങൾ ഇൻവിജിലേറ്ററെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടുന്നത്. അപ്പൊ സാമ്പിൾ എയും സാമ്പിൾ ബിയും നിർബന്ധമായും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് സാമ്പിൾ എയിലാണ് സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉള്ളത്. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീജിയറും അതേപോലെ റിസൾട്ടും എഴുതുക. ഇതാണ് നമ്മുടെ സ്റ്റാർച്ചിന്റെ ടെസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോട്ടീൻ ആൻഡ് ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടും നമുക്ക് 2 സാമ്പിൾ സൊല്യൂഷൻസ് തന്നിട്ടുണ്ടാവും, സാമ്പിൾ എ സൊല്യൂഷൻ ആൻഡ് സാമ്പിൾ ബി സൊല്യൂഷൻ. അപ്പൊ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി ടെസ്റ്റ് ആണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ ബെനഡിക്സ് റിയേജന്റ് ആണ് നമുക്ക് അതിന് ആവശ്യമുള്ളത്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ്, അതായത് കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ള 2 സൊല്യൂഷൻ, അതായത് ഫെലിങ്സ് 1 സൊല്യൂഷനും ഫെലിങ്സ് 2 സൊല്യൂഷനും. ഇതാണ് ഫെലിങ്സ് 1 സൊല്യൂഷൻ ആൻഡ് ഇത് ഫെലിങ്സ് 2 സൊല്യൂഷൻ ആണ്. ഇത് രണ്ടും നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. സോ നമുക്ക് ആദ്യം പ്രിലിമിനറി ടെസ്റ്റ് നോക്കാം, അതായത് ബെനഡിക്സ് റിയേജന്റ് യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് സാമ്പിൾ എ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു 2 ml മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബെനഡിക്സ് റിയേജന്റ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, അതായത് ഒരു 2 to 3 ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ml മതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. യെസ്, ഇനി നമ്മൾ ഇത് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്തിട്ട് ഒരു ബ്രിക്ക് റെഡ് കളറിലേക്കാണ് ഈ ഒരു സൊല്യൂഷൻ മാറുന്നതെങ്കിൽ, അതായത് ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ആണ് അത് കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൊല്യൂഷൻ നമുക്കൊന്ന് ഹീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ സാമ്പിൾ എ സൊല്യൂഷനിൽ ബെനഡിക്സ് റിയേജന്റ് ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ബ്രിക്ക് റെഡ് കളർ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ സാമ്പിൾ എ സൊല്യൂഷനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ബ്രിക്ക് റെഡ് കളർ കിട്ടിയിട്ടുള്ളത്. സാമ്പിൾ എ സൊല്യൂഷനിൽ നമുക്ക് ബ്രിക്ക് റെഡ് കളർ ഫോം ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത് കൺഫേം ആയി. പക്ഷെ നമ്മൾ എന്തായാലും സാമ്പിൾ ബി സൊല്യൂഷനിലും സെയിം ടെസ്റ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. സോ നമുക്ക് ഒരു 2 ml സാമ്പിൾ ബി സൊല്യൂഷൻ എടുക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ പ്രിലിമിനറി ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബെനഡിക്സ് റിയേജന്റ് കുറച്ച് ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് ഹീറ്റ് ചെയ്തിട്ട് ബ്രിക്ക് റെഡ് കളർ വരുന്നുണ്ടോ എന്ന് നോക്കണം. ബ്രിക്ക് റെഡ് കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷനിലും നമുക്ക് ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. സോ നമുക്കൊന്ന് ഇത് ഹീറ്റ് ചെയ്യാം. സോ നമ്മൾ സാമ്പിൾ ബി സൊല്യൂഷനിൽ ബെനഡിക്സ് റിയേജന്റ് ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രിക്ക് റെഡ് കളർ കിട്ടിയിട്ടില്ല അല്ലെ. സോ സാമ്പിൾ ബി സൊല്യൂഷനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കളർ ചേഞ്ച് കിട്ടാതിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ എ ആൻഡ് സാമ്പിൾ ബി സൊല്യൂഷന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം. സാമ്പിൾ എ സൊല്യൂഷനിൽ നമുക്ക് ബ്രിക്ക് റെഡ് കളർ പ്രിലിമിനറി ടെസ്റ്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ സാമ്പിൾ എ സൊല്യൂഷനിൽ സ്റ്റാർച്ച് ഉണ്ട് എന്നാണ് അർത്ഥം. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യാം, സാമ്പിൾ എ സൊല്യൂഷനിൽ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി, അതായത് 2 ml സൊല്യൂഷൻ മാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫെലിംഗ് സൊല്യൂഷൻ 1ഉം ഫെലിംഗ് സൊല്യൂഷൻ 2ഉം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫെലിംഗ് സൊല്യൂഷൻ 1 ആഡ് ചെയ്യാം. ഇനി ഫെലിംഗ് സൊല്യൂഷൻ 2 ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ബ്ലൂ കളർ സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം. നമുക്ക് ഇനി ഈ സൊല്യൂഷൻ ഒന്ന് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്തിട്ട് ബ്രിക്ക് റെഡ് കളർ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ സാമ്പിൾ എ സൊല്യൂഷനെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്തു. അതായത് സാമ്പിൾ എ സൊല്യൂഷനിലേക്ക് നമ്മൾ ഫെലിംഗ്സ് 1 and 2 സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്തു, ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ബ്രിക്ക് റെഡ് കളർ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ബ്രിക്ക് റെഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സൊല്യൂഷനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ട്. സോ സാമ്പിൾ എ സൊല്യൂഷനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. സോ നമ്മൾ സൊല്യൂഷൻ എ ചെയ്തിട്ടില്ലേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം, സാമ്പിൾ ബി സൊല്യൂഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. സോ അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് കൂടി നമുക്കൊന്ന് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ ബി സൊല്യൂഷന്റെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി, ഒരു 2 ml സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫെലിംഗ് സൊല്യൂഷൻ 1 ആഡ് ചെയ്യുക. ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ 3 ഡ്രോപ്സ്, ഇനി അതല്ല 2 ml ആയാലും കുഴപ്പമില്ല, ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫെലിംഗ്സ് 2 സൊല്യൂഷനും ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു 2 ml മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. യെസ്, നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഈ സൊല്യൂഷൻ നമുക്കൊന്ന് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്തിട്ട് കളർ ഫോർമേഷൻ ഉണ്ടോ, അതായത് ബ്രിക്ക് റെഡ് കളർ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ സാമ്പിൾ ബി സൊല്യൂഷൻ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഫെലിംഗ്സ് 1 and 2 സൊല്യൂഷൻ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തു. പക്ഷെ അവിടെ നമുക്കൊരു കളർ ചേഞ്ച് ഉണ്ടായിട്ടില്ല, അതായത് ഒരു ബ്രിക്ക് റെഡ് കളർ ഫോം ചെയ്തിട്ടില്ല. സോ സാമ്പിൾ ബി സൊല്യൂഷനിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ടാണ് കളർ ചേഞ്ച് ഉണ്ടാവാതിരുന്നത് അല്ലെ. സോ നമുക്ക് മനസ്സിലായി സാമ്പിൾ എ സൊല്യൂഷൻ ആണ് ഇവിടെ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിന്റെ പ്രൊസീജിയർ എഴുതുക, റിസൾട്ട് എഴുതുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടൂ. എക്സ്പെരിമെന്റിന് 1 മാർക്കാണ്, പ്രൊസീജിയറിന് 1/2 മാർക്ക്, റിസൾട്ടിന് 1/2 മാർക്കാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോട്ടീനിന്റെ ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോട്ടീനിന്റെ ടെസ്റ്റ് ആണ്. സോ നമുക്ക് 2 സാമ്പിൾ സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. സാമ്പിൾ എ ആൻഡ് സാമ്പിൾ ബി സൊല്യൂഷൻ അല്ലെ. ഇത് എ സൊല്യൂഷൻ ആണ്, ഇത് ബി സാമ്പിൾ സൊല്യൂഷൻ ആണ്. സോ പ്രോട്ടീനിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒന്ന്, അതായത് സൾഫർ സാലിസൈലിക് ആസിഡ് സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബയോറെറ്റ് റിയേജന്റ് ആണ്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോട്ടീനിന്റെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സാമ്പിൾ എ സൊല്യൂഷനിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയും നമുക്ക് 2 സ്റ്റേജസ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിമിനറി ടെസ്റ്റ് നമുക്ക് ചെയ്യാം അല്ലെ. സോ സാമ്പിൾ എ സൊല്യൂഷൻ എടുക്കുക. അപ്പൊ ഇതിന്റെ ഒരു 2 ml അത്ര മതി നമുക്ക് അല്ലെ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി, അതായത് ഒരു 2 ml മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമുക്ക് എടുക്കാം. യെസ്, എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൾഫോ സാലിസൈലിക് ആസിഡ് സൊല്യൂഷൻ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ 2 to 3 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു 2 ml ഒക്കെ മതി, നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതായത് ഒരു വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം സാമ്പിൾ എ സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്തു, സൾഫർ സാലിസൈലിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പൊ ഒരു വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്.
ഇത് കാണിക്കുന്നത് പ്രോട്ടീനിന്റെ പ്രസൻസ് ആണ്. അതായത് സാമ്പിൾ എ സൊല്യൂഷനിൽ പ്രോട്ടീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ സാമ്പിൾ എ സൊല്യൂഷനിൽ, അതായത് ഇതേപോലെ റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സാമ്പിൾ ബി സൊല്യൂഷനിൽ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. നമുക്കത് കാണിച്ചു കൊടുക്കേണ്ടത് വളരെ നിർബന്ധമാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, സാമ്പിൾ ബി സൊല്യൂഷനിൽ പ്രിലിമിനറി ടെസ്റ്റ് നമുക്ക് ചെയ്യാം. സാമ്പിൾ ബി സൊല്യൂഷൻ എടുത്തു, ടെസ്റ്റ് ട്യൂബ് എടുക്കുക, എന്നിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഈ സൊല്യൂഷൻ എടുക്കുക അല്ലെ. യെസ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സൾഫോ സാലിസൈലിക് ആസിഡ് സൊല്യൂഷൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരു 2 to 3 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടില്ല. കാരണം ഈ സൊല്യൂഷനിൽ എന്തില്ല, പ്രോട്ടീൻ ഇല്ല, പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിലിമിനറി ടെസ്റ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റ് കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സാമ്പിൾ സൊല്യൂഷന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, എന്നിട്ട് സാമ്പിൾ എ സൊല്യൂഷൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാം. യെസ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ബയോററ്റ് റിയേജന്റ് ഒരു 2 to 3 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ബയോററ്റ് റിയേജന്റ്, ഇതൊരു 2 to 3 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. യെസ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതായത് നമുക്കിവിടെ ഒരു വയലറ്റ് കളർ അല്ലെ, ഒന്നില്ലെങ്കിൽ വയലറ്റ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു ബ്ലൂയിഷ് പിങ്ക് കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. യെസ്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് ആ സൊല്യൂഷനിൽ പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീനിന്റെ പ്രസൻസ് ആണ് ഈ ഒരു കളർ ചേഞ്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ സാമ്പിൾ എ സൊല്യൂഷനിൽ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ, അതായത് സാമ്പിൾ ബി സൊല്യൂഷനിലും നമ്മൾ സെയിം എക്സ്പെരിമെന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അതായത് കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഇതെന്താണ്, സാമ്പിൾ ബി സൊല്യൂഷൻ ആണ്, ഇതിന്റെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. യെസ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, ബയോററ്റ് റിയേജന്റ് നമുക്ക് കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ നോക്കൂ, അതായത് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടോ, അതായത് നമുക്കൊരു വയലറ്റ് കളറോ അല്ലെങ്കിൽ നമുക്കൊരു ബ്ലൂയിഷ് പിങ്ക് കളറോ നമുക്കിവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സാമ്പിൾ ബി സൊല്യൂഷനിൽ നമുക്ക് പ്രോട്ടീനിന്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ടാണ് ആ ഒരു കളർ ചേഞ്ച് ഇവിടെ നമുക്ക് കിട്ടാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോട്ടീനിന്റെ ടെസ്റ്റ്. സോ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം പ്രൊസീജിയർ എഴുതുക, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് എഴുതണം. റിസൾട്ട് നിങ്ങളെ ഇൻവിജിലേറ്റർക്ക് നിങ്ങൾ എന്തായാലും കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ്, ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ ആൻഡ് ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. അപ്പൊ മിസ് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഈ കംപ്ലീറ്റ് ടെസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി വെക്കുക കേട്ടോ. അതെന്നിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ആ നോട്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് ആണ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, തന്ന സാമ്പിൾ സൊല്യൂഷനിലേക്ക് കുറച്ച് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 2 ml സാമ്പിൾ സൊല്യൂഷനിലേക്ക് 2 to 3 ഡ്രോപ്സ് ഓഫ് അയഡിൻ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് ബ്ലൂ കളർ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. അതാണ് എന്തിന്റെ പ്രസൻസ്, സ്റ്റാർച്ചിന്റെ പ്രസൻസ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് എന്താ, ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2 ml സാമ്പിൾ സൊല്യൂഷൻ എടുക്കുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രിലിമിനറി ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ 2 ml സാമ്പിൾ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ആദ്യം ബെനഡിക്സ് റിയേജന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. എന്നിട്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രിക്ക് റെഡ് കളർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ml സാമ്പിൾ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫെലിംഗ് സൊല്യൂഷൻ 1ഉം 2ഉം വളരെ 2 to 3 ഡ്രോപ്സ്, വളരെ ഫ്യൂ ഡ്രോപ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഹീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ ഒരു ബ്രിക്ക് റെഡ് കളർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് എന്തിന്റെ പ്രസൻസ് ആണ്, ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഹീറ്റിംഗ് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടത് ഗ്ലൂക്കോസിന് മാത്രമാണ്. സ്റ്റാർച്ചിനോ പ്രോട്ടീനോ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഈ ഒരു ഹീറ്റിംഗ് പ്രോസസിന്റെ ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ചോദിക്കുന്നത് പ്രോട്ടീൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 2 ml സാമ്പിൾ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് ആദ്യം പ്രിലിമിനറി ടെസ്റ്റ് ആണ്, അതിന് വേണ്ടിയിട്ട് വളരെ ഫ്യൂ ഡ്രോപ്സ് ഓഫ് 2 to 3 ഡ്രോപ്സ് ഓഫ് സൾഫോ സാലിസൈലിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് പ്രോട്ടീനിന്റെ പ്രസൻസ് ആണ്. കൺഫർമേറ്ററി ടെസ്റ്റിന് വേണ്ടിയിട്ട് 2 ml സാമ്പിൾ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്താണ്, ബയോററ്റ് റിയേജന്റ് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ടോ അവിടെ നമുക്കൊരു കളർ ചേഞ്ച്, വയലറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് പിങ്ക് കളറോ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനിന്റെ പ്രസൻസ് ആണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് സിമ്പിൾ ആണ്. അപ്പൊ 3 എക്സാമിന് വരില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ വരുള്ളൂ. അത് വരുന്ന ഇൻവിജിലേറ്റർ ആണ് അത് തീരുമാനിക്കുന്നത്. സോ 3 നിങ്ങൾ പഠിച്ചു പോകേണ്ടത് വളരെ നിർബന്ധമാണ്. മൊത്തം എക്സ്പെരിമെന്റിന് 2 മാർക്കാണ്. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിന് 1 മാർക്കാണ്. പ്രൊസീജിയർ കൃത്യമായി എഴുതിയാൽ ഹാഫ് മാർക്കാണ്. റിസൾട്ട് എഴുതാൻ മറക്കരുത്, റിസൾട്ട് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, ഏത് സാമ്പിളിലാണ് നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് കിട്ടിയതെന്ന് എഴുതുക, അതിനൊരു ഹാഫ് മാർക്ക് ഉണ്ടാവും. ടോട്ടൽ 2 മാർക്സ് ആണ്. സോ മക്കൾ എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഈസി ആയിരിക്കും. ഓൾ ദ ബെസ്റ്റ്.